ബഹുമാനരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഒരു ചെറിയ വീഡിയോയിലൂടെ വളരെ അത്യാവശ്യപ്പെട്ട ഒരു ബൈബിൾ ക്യാരക്ടറിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതാരുമല്ല, പ്രവർത്തികളുടെ പുസ്തകം 4:36, 37, 9, 20, 27, 11:19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന പുതിയ നിയമത്തിലെ ഒരു വലിയ അല്ലെങ്കിൽ ബഹുമാന്യനായ ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കഥാപാത്രം മറ്റാരുമല്ല, പുതിയ നിയമത്തിൽ ഈ പറയപ്പെട്ട വേദഭാഗങ്ങളിൽ പരാമർശിക്കപ്പെട്ട് കാണുന്ന ബർന്നബാസ് എന്ന് പറയുന്ന ക്രിസ്തീയ ഭക്തനാണ്. ബർന്നബാസ് എന്ന പേരിന്റെ അർത്ഥം സൺ ഓഫ് കൺസോലേഷൻ, പ്രബോധനപുത്രൻ അല്ലെങ്കിൽ ആശ്വാസപുത്രൻ എന്നൊക്കെ അർത്ഥമുള്ള സൺ ഓഫ് കൺസോലേഷൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. നമ്മൾ ഓരോ ആളുകളും മറ്റുള്ള ആളുകളെ പ്രബോധിപ്പിക്കുന്നവരും അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നവരും ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ബർന്നബാസിന്റെ ഈ പേരുകൊണ്ട് തന്നെ നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഉൾപ്പെടുന്നവരായിരിക്കണം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, അവരെ അവരുടെ ജീവിത സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും അവരെ പ്രബോധിപ്പിക്കുക, ഇതൊക്കെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അടിസ്ഥാനപരമായ കടമയാണ്, ധർമ്മമാണ്. ഈ ബർന്നബാസിനെ കുറിച്ച് 3 പ്രത്യേക യോഗ്യതകൾ ഈ പുതിയ നിയമ വേദഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ആ 3 യോഗ്യതകൾ ചെറുതായി ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. പ്രവൃത്തി 11:24 അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു: ഹി വാസ് എ ഗുഡ് മാൻ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. നമ്മൾ സാധാരണയായി നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? മറ്റുള്ള ആളുകൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രത്യുപകാരങ്ങൾ ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന ആളുകളെ നല്ല മനുഷ്യൻ എന്ന് പറയാറുണ്ട്. ഒരു ന്യായശാസ്ത്രി യേശുവിന്റെ അടുക്കൽ വന്ന്, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചത് നാം ഓർക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് തിരിഞ്ഞ് അവനോട് ചോദിച്ചു, നീ എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ലല്ലോ. ഈ ന്യായശാസ്ത്ര ചോദ്യത്തിന് കർത്താവ് പറഞ്ഞ മറുപടിയുമാണ് ഇവിടെ നല്ല മനുഷ്യൻ എന്ന് പറയുന്നു. രത്തൻ ടാറ്റ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ ലോകം മുഴുവനുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ധാരാളം ആളുകൾ നല്ല ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു. കാരണം അറിയാമോ, തന്റെ ഇൻകത്തിന്റെ നല്ലൊരു ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദരിദ്രരുടെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം വിനിയോഗിച്ച ഒരു മനുഷ്യനായിരുന്നു. ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ മനുഷ്യരൊക്കെ നല്ല പ്രവർത്തനം ചെയ്താൽ അവർ നിങ്ങളെ പുകഴ്ത്തും. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവായ ദൈവം പറഞ്ഞിരിക്കുന്ന സാക്ഷ്യമാണ് ഒരു നല്ല മനുഷ്യൻ. 2 മണ്ഡലങ്ങളിലാണ് ഇദ്ദേഹത്തെ നല്ല മനുഷ്യൻ എന്ന് പറയുന്നതിന് മുഖാന്തരമായി തീർന്നത്. ഒന്ന്, ഹി വാസ് എ ഗുഡ് മാൻ ബിക്കോസ് ഹി വാസ് ജസ്റ്റിഫൈഡ് ആൻഡ് മെയ്ഡ് റൈറ്റസ് ബൈ ഗോഡ്. ദൈവത്താൽ നീതീകരിക്കപ്പെടുകയും ദൈവത്താൽ നീതീകരണം പ്രാപിക്കുകയും ചെയ്ത ഒരു മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം നല്ല മനുഷ്യൻ എന്ന് അഭിസംബോധന ചെയ്യപ്പെടുവാൻ കാരണമായി തീർന്നത്. ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഏതെല്ലാം നിലയിലുള്ള ചാരിറ്റി ആക്ടിവിറ്റികൾ ചെയ്താലും, സൽപ്രവൃത്തികളാൽ അനേകർക്ക് സഹായമായി തീർന്നാലും, ദൈവം ഒരുവനെ നല്ലവനായി കാണുന്നത് തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണെങ്കിൽ, മനുഷ്യർ നിങ്ങളെ എത്ര മോശക്കാരൻ എന്ന് പറഞ്ഞാലും
ദൈവം നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നല്ലവർ എന്നാണ്. കാരണം അറിയാമോ, നിങ്ങൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ. നമ്മൾ പല ആളുകളും അന്യോന്യം കുറ്റം വിധിക്കുന്ന ആളുകളാണ്. ഒരുവൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം വേറെ ആൾ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആളിനെ കുറ്റം വിധിക്കും. അപ്പൊ അങ്ങനെയാണ് മനുഷ്യപ്രകൃതി. എന്നാൽ ദൈവം ചോദിക്കുകയാണ്, ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, ബർണബാസ് വാസ് എ ജസ്റ്റിഫൈഡ് മാൻ, എ റൈച്ചസ് മാൻ, മാൻ മെയ്ഡ് റൈച്ചസ്. രണ്ടാമത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പാകെ നീതിയുള്ള ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു. ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പാകെ നീതിയുള്ള ജീവിതം വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. നമുക്ക് ദൈവം മുമ്പാകെ നീതി ഉണ്ട് എന്ന് അഭിമാനിക്കുകയും മനുഷ്യരുടെ മുമ്പാകെ നീതികെട്ട ജീവിതം നയിക്കുകയും ചെയ്യാൻ സാധിക്കും. മനുഷ്യരുടെ മുമ്പാകെ നീതിമാൻ എന്ന് കാണിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ അഭക്തനായി ജീവിക്കാനും സാധിക്കുന്നൊരു ജീവിതമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത്, അവൻ ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പാകെ നീതിയുള്ള പുരുഷൻ ആയിരുന്നു എന്നാണ്. നമ്മുടെ ആന്തരികമായ ക്വാളിറ്റിയാണ് ബാഹ്യതലത്തിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, അങ്ങനെയാണ് അവന്റെ ജീവിതത്തിലേക്ക് ആ സ്വഭാവം പകർത്തപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ഹൃദയത്തിന്റെ അവസ്ഥയെ ദാവീദിനെ കുറിച്ച് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഡേവിഡ് ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം, എങ്ങനെ ദൈവത്തിന് ഇഷ്ടമായത് ചെയ്യാം, എങ്ങനെ ദൈവത്തിന് യോഗ്യമായ നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം, അതായിരുന്നു ദാവീദിന്റെ ജീവിതത്തിന്റെ അതിപ്രധാനമായ ഉദ്ദേശം. അപ്പൊ ദാവീദിന്റെ ഓവറോൾ ലൈഫ്, അതായത് ആകപ്പാടെയുള്ള ജീവിതത്തെ, രഹസ്യവും പരസ്യമായ ജീവിതത്തെ ദൈവം പരിശോധിച്ചിട്ട് പറയുകയാണ്, ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ അവിടെ തന്നെ ദാവീദിന്റെ ഒരു പാപത്തെ ചുമന്നുകൊണ്ട് വരും. ദാവീദ് ബെർസബയിലൂടെ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ശരിയാണ്. ദാവീദിന്റെ കരങ്ങൾ രക്തം ചൊരിഞ്ഞല്ലേ, ശരിയാണ്. ദാവീദ് ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും തമ്മിൽ നിരന്തരം യുദ്ധം ഉണ്ടായില്ലേ, അതും ശരിയാണ്. അപ്പൊ ദാവീദ് യുദ്ധങ്ങൾ ഒരുപാട് നടത്തിയിട്ടില്ലേ, അതും ശരിയാണ്. എന്നാൽ ഇതെല്ലാം ദൈവത്തിന്റെ, ഈ ബെർസബയുടെ കൂടെ ദാവീദ് പോയത് ഒഴികെയുള്ള യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലും ഒക്കെ ഇസ്രായേലിന്റെ സമാധാനത്തിനായി ദൈവം നിയോഗിച്ച ദൈവപുരുഷ നിലയിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള തന്റെ പ്രവൃത്തികളുടെ മരണങ്ങളാണ് വരുന്നത്. എന്നാൽ തന്റെ പാപത്തെ ദൈവം ശാസിക്കുകയും അതിനെ ദൈവം ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം അവനെ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ദാവീദിന് മറ്റു പല ആളുകൾക്കും ഇല്ലാതിരുന്ന ഒരു ഗുണമുണ്ട്. അതെന്താണെന്നറിയാമോ? ദൈവത്തോടും ദൈവവചനത്തോടും നിരപ്പ് പ്രാപിക്കുന്ന ഒരു നിരപ്പിന്റെ ശുശ്രൂഷ അനുഭവമുള്ളവനായിരുന്നു ദാവീദ്. ദൈവത്തിന് അങ്ങനെയുള്ളവരെയാണ് ഇഷ്ടം. നമ്മുടെ ജീവിതത്തില് നിരന്തരമായി ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം. ഒരിക്കൽ നമ്മൾ സ്ഥാനീയമായ റെക്കൺസൈലാണ്, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവരാണ്. ക്രിസ്തുവിൽ ദൈവം നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു എന്ന് വായിക്കുന്നു. എന്നാൽ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പാപ സ്വഭാവത്തിൽ, പാപപ്രകൃതിയിൽ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള പാപ സ്വഭാവങ്ങൾ നിമിത്തം ദൈവത്തോട് നിരന്തരമായി നിരപ്പ് പ്രാപിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഇവിടെ ബർണബാസിനെ കുറിച്ച് ആദ്യം പറയുന്ന 3 യോഗ്യതകൾ. ഒന്നാമത്തെ യോഗ്യത, അദ്ദേഹം ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായിരുന്നു. 2, ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പാകെ നീതി ഉള്ള പുരുഷൻ എന്ന് ദൈവവചനം അവരെ കുറിച്ച് പറയുന്നു. ഇനിയും പ്രവൃത്തി 11:24, ഹി വാസ് എ മാൻ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ബർന്നബാസ്. ഈ ബർന്നബാസിന്റെ ആത്മീയ യോഗ്യതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, എ മാൻ ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് ദൈവം തന്നെ പറയുകയാണ്. അവിടെ പറയുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു അവന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി വാസ് ജോയ്ഫുൾ, താങ്ക്ഫുൾ ആൻഡ് ഹംബിൾ. എല്ലായ്പ്പോഴും സന്തോഷമുള്ളവനും എല്ലായ്പ്പോഴും നന്ദിയുള്ളവനും വളരെ വിനയമുള്ളവനുമായിരുന്നു. നന്ദിയുള്ള, വിനയമുള്ള, അതുപോലെ തന്നെ ദൈവസ്ഥലിൽ എപ്പോഴും സന്തോഷമുള്ള ഒരു ജീവിതം ഉള്ളവനായിരുന്നു ബർന്നബാസ്.
പല ആളുകളും രക്ഷിക്കപ്പെട്ടവരാണെന്നും ദൈവമക്കളാണെന്നും ഒക്കെ അവകാശപ്പെടുമ്പോൾ തന്നെ അവരുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. രക്ഷയുടെ സന്തോഷം, അതിന്റെ റിഫ്ലക്ഷൻ പലപ്പോഴും കാണാൻ കഴിയുന്നില്ല. മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ ഒരു പക്ഷെങ്കിൽ മുഖത്ത് പ്രസന്നമാകേണ്ട അവന്റെ രക്ഷയുടെ സന്തോഷത്തെ മറക്കുകയായിരിക്കാം. നമുക്ക് വിധിക്കാൻ പറ്റുകയില്ല. പക്ഷേ ബർണബാസ് പറയുന്നത് ഹി വാസ് ജോയ്ഫുൾ, താങ്ക്ഫുൾ ആൻഡ് ഹംബിൾ എന്നാണ്. അവൻ ദൈവസേനയിൽ നന്ദിയുള്ളവനും വിനയമുള്ളവനും കർത്താവായ യേശു ക്രിസ്തുവിൽ സന്തോഷമുള്ളവനുമായിരുന്നു. നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. ദൈവത്തിനെ കുറിച്ച് പറയുകയാണ്. ഇനി 2, ഹി ഹാഡ് ദ ഫ്രൂട്ട് ഓഫ് ലവ് ആൻഡ് മാനിഫെസ്റ്റേഷൻ ലിസ്റ്റഡ് ഇൻ ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞിട്ട് 9 കൂട്ടം കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ലൈനിൽ പറഞ്ഞിരിക്കുകയാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ഫലങ്ങൾ എന്നല്ല, ഫലം എന്നാണ്. പരിശുദ്ധാത്മാവ് എന്ന ഒരു ഞെടുപ്പിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു കാണേണ്ട ആത്മാവിന്റെ വൈവിധ്യങ്ങളായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ഇത് 3 ദൈവത്തോടുള്ള ബന്ധത്തിൽ. പിന്നെ ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇത് 3 മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, ഇത് 3 നമ്മുടെ സ്വന്തം ജീവിതത്തിലുള്ള ബന്ധത്തിൽ. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധത്തിലും നമ്മോട് തന്നെയുള്ള നമ്മുടെ ബന്ധത്തിലും നമ്മളിൽ റിഫ്ലക്ട് ചെയ്ത് കാണപ്പെടേണ്ട ആത്മഫലങ്ങളെ കുറിച്ചാണ് എഫേസ്യർ 5:22 പറയുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ഇതിനെ ആത്മഫലങ്ങൾ എന്ന് പറയുന്നു. ഈ ആത്മഫലങ്ങളെല്ലാം നാം വായിക്കുന്നത് ദൈവദാസനായിരുന്ന ബർണബാസിനുണ്ടായിരുന്നു. അപ്പൊ ഹി വാസ് എ ജോയ്ഫുൾ മാൻ, സന്തോഷമുള്ളവനായിരുന്നു. ഹി വാസ് എ താങ്ക്ഫുൾ മാൻ, അവൻ നന്ദിയുള്ളവനായിരുന്നു. ഹി വാസ് എ ഹംബിൾ മാൻ, അവന് വിനയമുള്ളവനായിരുന്നു. 2, ഗലാത്യർ 5:22 പറയപ്പെടുന്ന ആത്മഫലങ്ങൾ ജീവിതത്തിലുള്ളവനായിരുന്നു ഈ ബർണബാസ്. ഒരു ശരിയായ വേർപെട്ട ജീവിതത്തിന്റെ പ്രത്യക്ഷമാകുന്ന അടയാളമാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മ ഫലങ്ങൾ ഉളവായി വരുന്നു എന്നുള്ളത്. 3, അദ്ദേഹത്തെക്കുറിച്ച് പ്രവൃത്തി 1:8 വായിക്കുന്നത് ഹി വാസ് എ പവർഫുൾ വിറ്റ്നസ് എന്നാണ്. അവന് കരുത്തനായ ഒരു സാക്ഷിയായിരുന്നു. നമ്മുടെ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരുടെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞു, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യ നിയോഗപ്രകാരം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശത്തിന് കരുത്തായ സാക്ഷ്യം പറഞ്ഞ വ്യക്തിയാണ് ബർണബാസ്. ബർണബാസിനെ കുറിച്ച് 3 യോഗ്യത പറഞ്ഞു. 1, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. താൻ രക്ഷിക്കപ്പെട്ടവനും നീതിക്കപ്പെട്ടവനുമായിരുന്നു. ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പാകെ നീതിയുള്ള പുരുഷനായിരുന്നു. 2, അദ്ദേഹം പരിശുദ്ധാത്മ നിറവുള്ളവനായിരുന്നു. അതിന്റെ 3 പ്രത്യക്ഷ അടയാളങ്ങളായ ഈ സന്തോഷം, അതുപോലെ തന്റെ നന്ദി, വിനയം, ഇത് 3 അവന്റെ ജീവിതത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. അവന് എഫേസ്യർ 5:22 പറയുന്ന പോലെ ആത്മഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്ന ആളായിരുന്നു. കൂടുതലായി അദ്ദേഹം കരുത്തനായ ക്രൂശിന്റെ സാക്ഷിയായിരുന്നു. ഇനി 3ാമത്തെ പ്രത്യേകത ഈ ബർന്നബാസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം തന്നെയാണ്. അവിടെ വായിക്കുമ്പോൾ ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പുരുഷനായിരുന്നു. എന്നാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്? ആശയിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ആശയിക്കുന്നതിനോടൊപ്പം നാം സ്വർഗത്തെ കാക്ഷിക്കുന്നു. നമ്മുടെ മരണാനന്തര ജീവിതത്തെ നമ്മൾ പ്രത്യാശിക്കുന്നു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആ കാര്യങ്ങൾ ഉണ്ടെന്ന് ആത്മകണ്ണുകൾ കൊണ്ട് കണ്ട് നിർവൃതനായിത്തീരുന്ന അനുഭവത്തെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ശുശ്രൂഷകനായിരുന്നു, വിശ്വാസത്തിന് വേലക്കാരനായിരുന്നു.
ഞാനിത് പറയുമ്പോൾ എന്റെ ജീവിത സാക്ഷ്യം പലവരും ഞാൻ പറഞ്ഞുള്ള ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കർത്താവിന്റെ വേലയിൽ ഇറങ്ങിയ ദിവസം മുതൽ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയും വിശ്വാസത്താൽ മാത്രം കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവവേദനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വ്യക്തിപരമായി മന്ത്ലിയോ വീക്കിലെയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ ഇയർലിയോ ഒക്കെ സഹായിക്കുന്ന ആളുകൾ ആരുമില്ല. എന്നാൽ ദൈവം എന്നെ എന്ത് ചെയ്യുന്നു? വിശ്വാസത്താൽ നടത്തുന്നു. ഇതാണ് വിശ്വാസം. ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ അന്ത്യം വരെ നടത്തുവാൻ കരുത്തനാണ് എന്ന് വിശ്വസിക്കുക. നന്മ 54 വായിക്കുന്ന പോലെ ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിവർത്തിക്കുന്ന ദൈവത്തെ തന്നെ. ദൈവത്തിൽ ആശ്രയിക്കുക. യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളും എന്നൊരു എഴുത്തിൽ വായിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക. വിശ്വാസം എന്ന വാക്കിന് കേവലം ദൈവത്തെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉറപ്പോടുകൂടി അംഗീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇറ്റ് ഈസ് എ ട്രസ്റ്റ്. യഹോവയിലുള്ള ശരണമാണ്, കർത്താവിലുള്ള ശരണമാണ്. ലീനിങ് അപ്പോൺ ഗോഡ്. ദൈവത്തിൽ ചാരുക. ഗീവ് വൺസെൽഫ് ഓൺ, അത് റോൾ വൺസെൽഫ് ഓൺ, ഫലമേൽപ്പിക്കുക. ടേക്ക് റെഫ്യൂജ്, ദൈവത്തിൽ അഭയം ചൊല്ലുക. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും ദൈവത്തിൽ അഭയം പ്രാപിച്ചിട്ട് കർത്താവിന്റെ നെഞ്ചോട് ചാഞ്ഞിരുന്നുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ അവന്റെ മേൽ അയവിറക്കി ഭാരമെന്നി ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിക്കുന്ന അനുഭവത്തെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. He lived by faith. Though he was rich, he gave all to the Lord's work and worked with his own hands and trusted God for his need. അദ്ദേഹം വളരെ സമ്പത്തുള്ള ഒരാളായിരുന്നു. എന്താ, തന്റെ വസ്തുവകളൊക്കെയും അദ്ദേഹം അത് വിറ്റ് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി കൊടുത്ത ശേഷം സ്വന്തം കൈകൊണ്ട് തനിക്ക് വേണ്ടിയും തന്നോട് കൂടെ ഉള്ളവർക്ക് വേണ്ടിയും അവരുടെ അഹോവൃത്തിക്കായി അധ്വാനിച്ചു എന്ന് വായിക്കുന്നു. ഇന്ന് നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ഉപദേശ വിഷയങ്ങൾ പറയുമ്പോൾ ഗംഭീരമായി അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് തെറ്റാണ്, ഇത് ശരിയാണ് എന്നൊക്കെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമുക്കുള്ളതിന്റെ നല്ലൊരു അംശം കർത്താവിന്റെ വേലയ്ക്കും വേലക്കാർക്കും വേണ്ടി വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശ്വാസത്താൽ ദൈവസ്ഥലം ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രാക്ടിക്കൽ സൈഡിലാണ് നമുക്ക് പരാജയമുള്ളത്. ബർന്നബാസ് തനിക്കുള്ളതൊക്കെ അങ്ങ് വിറ്റുപിറക്കി. അതെല്ലാം കർത്താവിന് വിലയ്ക്ക് കൊടുത്തിട്ട് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തന്റെയും കൂടെയുള്ള ആളുകളുടെയും അഹോവർത്തിക്കാനുള്ളത് അദ്ദേഹം കണ്ടെത്തി. മാൻ ഓഫ് ഫെയ്ത്ത്, ലീവ്ഡ് ബൈ ഫെയ്ത്ത്. ഹൃദയത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നത് അത് കേവലം നമുക്ക് ഉപദേശപരമായി പറയുന്ന ഒരു യാഥാർത്ഥ്യം. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിൽ നാം കാണിച്ചു കൊടുക്കേണ്ട ഒന്നാണ്. എന്റെ ദൈവം എന്നെ നടത്തുവാൻ മതിയായവനാണ്. 2, he was faithful in all his dealings. തന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വിശ്വസ്തനായിരുന്നു. He was a man of word, man of his word, man of integrity, honesty and faithfulness. ദൈവം ഏറ്റവും ബഹുമാനിക്കുന്ന, ദൈവം തന്റെ ദാസന്മാരെ ബഹുമാനിക്കും, വിശ്വാസികളെ ബഹുമാനിക്കും. ദൈവത്തിന് നമ്മെ ബഹുമാനിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ദൈവത്തെക്കാൾ വലിയവരാണോ? അല്ല. നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. ബട്ട് ഗോഡ് വിൽ റെവർ us. ദൈവം നമ്മെ ബഹുമാനിക്കും, ആദരിക്കും. എപ്പോഴെന്നറിയാമോ? വെൻ വി ലീവ് ടു അവർ വേർഡ്. നാം പറയുന്ന പോലെ ജീവിക്കുമ്പോൾ. വിശുദ്ധിയെക്കുറിച്ച് 1000 പ്രസംഗം പ്രസംഗിച്ചാലും വിശുദ്ധ ജീവിതമില്ല എങ്കിൽ ആ പറയുന്ന വാക്കിനനുസരിച്ച് ജീവിക്കുന്നവരല്ല നാം. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട വിഷയം? വിശുദ്ധിയെക്കുറിച്ച് 1000 പ്രസംഗം പ്രസംഗിക്കുന്നതല്ല, വിശുദ്ധിയോടെ ജീവിക്കുന്നതാണ്. ഹി വാസ് എ മാൻ ഓഫ് ഹിസ് വേർഡ്. പറയുന്ന പോലെ ജീവിക്കുന്നവരായിരുന്നു. പക്ഷെ ഇന്ന് സംഭവിച്ചേക്കുന്ന അവർ ലൈഫ് ഈസ് ഓൾവേസ് ഫാർ എവേ ഫ്രം അവർ ലിപ്സ്. നാം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വിദൂരമാണ് നമ്മുടെ ജീവിത മാതൃക എന്ന് പറയുന്നു. 2, ഈസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി. അദ്ദേഹം എങ്ങനെയുള്ളവനായിരുന്നു? സത്യസന്ധനായിരുന്നു. അപ്പൊ പരമാർത്ഥ ചിത്തനാണ്. തിമോഥെയോസിനെ കുറിച്ച് പറയുമ്പോൾ അവനെ പോലെ പരമാർത്ഥ ചിത്തനായ ഒരുവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം സംസാരിക്കുന്നവൻ. ചില ആളുകൾ നാവ് വളച്ചാ പച്ചക്കള്ളേ പറയുള്ളൂ. ഒരു കള്ളം പറഞ്ഞിട്ട് അതിനെ നീതിരിക്കാൻ ബഹുവിധ കള്ളങ്ങൾ പറയും. ഗീബൽസിന്റെ തന്ത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഹി വാസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി. അദ്ദേഹം സത്യസന്ധനായിരുന്നു, വിശ്വസ്തനായിരുന്നത് കൊണ്ട് ജീവിതത്തിൽ ഞാൻ സഹിക്കേണ്ടി വന്ന ഒരുപാട് നഷ്ടങ്ങളുണ്ട്.
വിശ്വസ്തനായതുകൊണ്ട്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതുകൊണ്ട്. ഹി വാസ് എ മാൻ ഓഫ് ഹിസ് വേർഡ്, മാൻ ഓഫ് ഇന്റഗ്രിറ്റി, ഹോണസ്റ്റി ആൻഡ് ദെൻ ഫെയ്ത്ത്ഫുൾനെസ്. അവനെ ആശ്രയിക്കാൻ സാധിക്കുമായിരുന്നു, വിശ്വസിച്ച് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. പ്രവൃത്തി 11:30 വായിക്കുന്നുണ്ട്. അവനെ വിശ്വസിക്കാനും അവനോടുകൂടെ യാത്ര ചെയ്യാനും അവനെ കൂടെ കൂട്ടാനും അവനോടുകൂടെ ശുശ്രൂഷ ചെയ്യാനും സാധിക്കുന്ന നിലയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ ദോഷം എന്നാ? ഒരു മനുഷ്യനെയും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. സ്നേഹമായിരിക്കുമ്പോൾ നാം അവരോട് സൗഹൃദമായി ഏർപ്പെടുകയും സംസാരിക്കുകയും ചെയ്ത് നമ്മുടെ വിരോധമുണ്ടായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമുക്ക് നേരെ എതിരാളികളായി അത് പ്രസ്താവിക്കും. അപ്പൊ ദൈവത്തിലൊഴികെ വേറെ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ലോകത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന എ മാൻ ഓഫ് ഹിസ് വേർഡ്, പറയുന്ന പോലെ ജീവിക്കുന്ന സത്യസന്ധനായ വിശ്വസ്തതയുള്ള പിന്നെ വളരെ വിശ്വസ്തനായ ഒരു ദൈവ പുരുഷനായിരുന്നു ബർന്നബാസ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ബർണബാസ് എന്ന പേരിന്റെ അർത്ഥം സൺ ഓഫ് കൺസോലേഷൻ, പ്രബോധനപുത്രൻ അല്ലെങ്കിൽ ആശ്വാസപ്രദൻ എന്നാണ്. ഹി വാസ് എ ഗുഡ് മാൻ, ഒരു നല്ല മനുഷ്യനായിരുന്നു. ഹി വാസ് എ മാൻ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, പരിശുദ്ധാത്മ നിറവുള്ളവനായിരുന്നു. മൂന്നാമത് വായിക്കുന്ന ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ശുശ്രൂഷകനായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ബർന്നബാസിന്റെ ഈ നല്ല ക്വാളിറ്റികൾ ദൈവത്താലും മനുഷ്യരാലും നല്ല മനുഷ്യൻ എന്ന് സാക്ഷ്യം പ്രാപിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവന്റെ അനുഭവത്തോടെ ആത്മഫലങ്ങൾ കായ്ക്കുന്ന വിശുദ്ധന്മാരായിരിക്കാൻ, വിശ്വാസത്തിന്റെ വേലയിൽ പുരോഗമിക്കുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 1 കൊരിന്ത്യർ 15:52 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? അവിടെ പൗലോസ് പറയാണ്, ആകയാളുടെ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ 65-ാമത്തെ വയസ്സിലും ഇന്നലെയും ചില ഭവന സന്ദർശനങ്ങളൊക്കെ ആയിരുന്നു. കാടും മേടും വയലും മലകളും ഒക്കെ കയറാൻ ഇപ്പോഴും കൃപയായി യാതൊരു പ്രശ്നമില്ല. കാലിന്റെ മുട്ടിന് അല്പം വഴക്ക് കുറവുണ്ടെന്നുള്ളേ ഉള്ളൂ. ഞങ്ങൾ 2 കൂടെ അങ്ങ് പോകും രാവിലെ. ഇന്ന് ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ബത്തപ്പാടിയിൽ ഒരു ദിവസം ഉച്ചവരെ റെസ്റ്റ് എടുത്ത, ഉച്ച കഴിഞ്ഞ് പോകുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷം പോകാം എന്നാഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാ ദിവസവും വലിയ സ്റ്റേജിലെ പരിപാടികളല്ല, ഓരോ വീടുകളിൽ കയറുക. ചില ആളുകൾ പ്രത്യേകിച്ച് പ്രായോഗികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് സഹിക്കുന്ന ദരിദ്രരും രോഗികളും കൈവിടപ്പെട്ടവരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരും ആത്മഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ലൗകികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള പല ഭവനങ്ങളെയും തേടി ഇറങ്ങി കുടുംബമായി ചെന്ന് അവരോട് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയും അവരുടെ വിഷമങ്ങളിൽ ഞങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തുവണ്ണം വല്ലതും ചെയ്യാൻ കഴിഞ്ഞാൽ അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഈ ആത്മാഭാരത്തോടുകൂടി നീ എന്ന് രക്ഷിക്കപ്പെടണം, പട്ടണം കിടക്കുന്നതോടെ നിന്റെ ആത്മാവ് സ്വർഗ്ഗരാജ്യത്തിൽ പോകും, അതുകൊണ്ട് കർത്താവ് നിന്നെക്കുറിച്ച് ഇത് ആഗ്രഹിക്കുന്നു, ഞങ്ങളും നിന്റെ ആത്മാവിനെ കുറിച്ച് വലിയ ഭാരമുള്ളവനാണെന്ന് പറയുകയല്ല. വിധവമാരെ അവരുടെ ദുഃഖത്തിൽ കാണുക, രോഗികളെ സന്ദർശിക്കുക, ദാരിദ്ര്യം അനുഭവിക്കുന്നവന് ഒരു 2 ദിവസത്തെ കഞ്ഞി വയ്ക്കാനുള്ള അരി വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ ഞങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വിളിച്ചു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുന്നില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റാരിൽ നിന്നും ഒരു കളക്ഷൻ എടുത്തിട്ടല്ല. ദൈവം നമുക്ക് തരുന്ന അല്പത്തിൽ നിന്ന് ഒരു അംശം അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് അവരെക്കുറിച്ചുള്ള കരുതലും സ്നേഹവും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ദരിദ്രന്റെയും വിധവയുടെയും ദുഃഖിതന്റെയും രോഗിയുടെയും ആത്മാവിന് ഏതെങ്കിലും നിലയിൽ സ്വർഗത്തിൽ കാണണമെന്ന് വലിയ ആവേശവും ആഗ്രഹമുള്ളവരായി എങ്ങനെയെങ്കിലും അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ വീണ്ടും ജനിപ്പിക്കാൻ വ്യഗ്രത കാണിക്കുന്നു. അവന്റെ ഭൗതിക ദുഃഖങ്ങളിൽ ഒരു ചെറിയ പങ്കാളിത്തം നമുക്ക് കാണിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്നലെയും ഞങ്ങൾ കയറിയ വീടുകളിൽ 2 ഭവനങ്ങളിൽ വളരെ അത്യാവശ്യക്കാരെന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് വളരെ അത്യാവശ്യക്കാരായ 2 ഫാമിലിയെ ഇന്നലെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന അല്പമായതൊക്കെ ഞങ്ങൾ അത് ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. വരും ദിവസങ്ങൾ കർത്താവ് ഏതെങ്കിലും ഇതിൽ ബലപ്പെടുത്തിയാൽ ഞങ്ങളത് ചെയ്യും. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും സഹോദരന്മാർക്ക് വേറെ കൂടുതലൊന്നും വേണ്ട,
ഒരു 3-4 ദിവസത്തെ അരി വാങ്ങിക്കാനുള്ള ഒരു 10 കിലോ അരി വാങ്ങിച്ചവർ കൊടുക്കാൻ ഉള്ള പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലാതെ ഞാനിവിടെ സ്റ്റേജ് വെച്ച് ഈ പണപ്പെരിവ് വട്ടിയും വെച്ചിട്ട് നിങ്ങളുടെ സ്വതരാഴ്ച ഇങ്ങോട്ട് ഇട്ടോ, നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട് അതിങ്ങോട്ട് വെച്ചു എന്ന് പറയുന്ന സ്വഭാവക്കാരനും പ്രവർത്തിക്കാനുമല്ല. നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ അങ്ങനെയുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് തരാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പാകെ നല്ല മനുഷ്യരും, ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പാകെ ആത്മനിർഭുള്ളവരും, ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പാകെ വിശ്വാസത്തിന്റെ ഉത്തമ വേലക്കാരായും ശുശ്രൂഷകരായും നമ്മെ തന്നെ ബർദബാസിനെ പോലെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള.